നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഒരു സ്ത്രീ യേശുവിനെ തൈലം പൂശുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 3 മുതൽ 9 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവൻ ബേഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300 അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവരിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, അവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇല്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം പൂശി. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് പെസഹായുടെ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ശീമോൻ എന്ന മനുഷ്യൻ ഒരു സദ്യയ്ക്ക് ക്ഷണിച്ചു. അദ്ദേഹം ബഥാന്യയിലെ ഒരു പണക്കാരനാണ്, കുഷ്ഠരോഗിയായിരുന്നു. യേശുവാണ് അദ്ദേഹത്തിന് സൗഖ്യം നൽകിയത്. ആ നന്ദി സൂചകമായിട്ട് അദ്ദേഹം യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ച് ഒരു സദ്യ നൽകാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഒരു സ്ത്രീ ഒരു ഭരണി വിലയേറിയ സ്വച്ഛജടാമാംസി തൈലവുമായി അവിടെ എത്തി. ഇത് ലാസറിൻ്റെ സഹോദരിയായ മറിയയാണെന്ന് യോഹന്നാൻ സുവിശേഷം 12 അധ്യായത്തിൽ കാണാൻ കഴിയും. തങ്ങളുടെ വീട്ടിലെ മരണം മാറ്റിയ, അല്ലെങ്കിൽ നാറ്റം മാറ്റിയ, ദുഃഖം മാറ്റിയ, വിലാപം മാറ്റിയ ആ യേശുവിനോടുള്ള അവളുടെ സ്നേഹം അവൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ, അതായത് 300 വെള്ളിക്കാശ് വിലയുള്ള തൈലവുമായി വന്നത്. ഒരു വെള്ളിക്കാശ് അക്കാലത്ത് ഒരു ദിവസത്തെ കൂലിയാണ്. അങ്ങനെയെങ്കിൽ 300 ആളുകളുടെ കൂലി. ഇക്കാലത്ത് ആവറേജ് 1000 രൂപയാണ് ആളുകളുടെ കേരളത്തിലെ കൂലി. അങ്ങനെയാണെങ്കിൽ 300 ഗുണം 1000 എന്നുള്ളത് ഒരു വലിയ സംഖ്യയാണ്. സാധാരണ യഹൂദ സ്ത്രീകൾ സ്വച്ഛജടാമാംസി തൈലം ഒരുക്കുന്നത് വിവാഹത്തിനു വേണ്ടിയാണ്. ഉത്തമഗീതത്തിൽ അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാനും സാധിക്കും. മണവറ അലങ്കരിക്കുവാൻ, അതിനെ സുഗന്ധപൂരിതമാക്കുവാനാണ്, അല്ലെങ്കിൽ മണവാളനെ സന്തോഷിപ്പിക്കുവാൻ ആണ് യഹൂദ സ്ത്രീകൾ ഇങ്ങനെ സ്വച്ഛജടമാംസി തൈലം ഒരുക്കുന്നത്. എന്നാൽ ലാസറിൻ്റെ സഹോദരിയായ മറിയ അവളുടെ വിവാഹത്തേക്കാൾ അവൾ വലുതായി കണ്ടത് അവളുടെ വീട്ടിലെ ദുഃഖം മാറ്റിയ യേശുവിനെയാണ്. അതുകൊണ്ട് അവൾ ഏറ്റവും വിലമതിക്കുന്ന ആ തൈലം യേശുവിന് അർപ്പിക്കുവാൻ അവൾ മനസ്സ് വെച്ചു. അത്രയും പണത്തിന് വിൽക്കാവുന്ന ആ തൈലം വിറ്റ് അതിൻ്റെ പൈസ യേശുവിനും ശിഷ്യന്മാർക്കും കൊടുക്കാനല്ല അവൾ തീരുമാനിച്ചത്, അത് പൊട്ടിച്ച് ഒഴിക്കാനാണ് തീരുമാനിച്ചത്. ആ സദസ്സിനെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുവാൻ ആണ് അവൾ തയ്യാറായത്. ഇത് ചെയ്തപ്പോൾ ശിഷ്യന്മാർ ചിലർ, യൂദ സമയത്തുള്ളതുകൊണ്ട്, യൂദയുടെ കയ്യിലാണല്ലോ പണസഞ്ചി, അതുകൊണ്ട് അദ്ദേഹം ആണത് പറഞ്ഞതെന്നാണ് വേറെ സുവിശേഷത്തിലുള്ളത്. ഈ യൂദയുടെ പ്രത്യേകത, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ യേശുവിന് ശിഷ്യന്മാർക്കും നൽകിയാൽ അത് യൂദയാണ് സൂക്ഷിക്കുന്നത്. പണസഞ്ചി യൂദയുടെ കയ്യിലാണ്. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് എടുത്തു പോന്നു. തൻ്റെ വീട്ടാവശ്യത്തിന്, തൻ്റെ കുടുംബത്തേക്ക് അദ്ദേഹം എടുത്തു പോന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു അതിനൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനറിയാം, സർവജ്ഞാനിയായ യേശുവിനറിയാം, ഒന്നാമത് ഇവൻ രക്ഷിക്കപ്പെട്ടതല്ല, ഇവൻ യേശുവിനെ ദൈവമായി സ്വീകരിച്ചവനല്ല. ഭൗതിക ലക്ഷ്യം
മുന്നിൽ കണ്ടാണ് അവൻ ശിഷ്യന്മാരുടെ കൂടെ കൂടിയത്. രണ്ടാമത് അവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിനറിയാം. അവന് അവസാനം കയറിൽ തൂങ്ങി ചാകുകയുള്ളൂ, അതും യേശുവിനറിയാം. അപ്പം അങ്ങനെ ഒരു ദുർഗതി വരാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമല്ലല്ലോ, ഒരു ചെറിയ കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് യേശു അത് സംബന്ധിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. സാധാരണ ശാസന കിട്ടുന്നതും അടി കിട്ടുന്നതും ഒക്കെ രക്ഷിക്കപ്പെട്ട ആളുകൾക്കാണ്. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്. സങ്കീർത്തനത്തിലുണ്ട്, 34 സങ്കീർത്തനം, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷെ ദുഷ്ടന്മാരെക്കുറിച്ച് വായിക്കുന്നത് അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ദുഷ്ടന്മാർക്ക് ഇവിടെ ഭൂമിയിൽ സുഖിച്ചു പൊളച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അവരെന്ത് ചെയ്താലും ദൈവം അതിന് തക്കവണ്ണം അവരെ ശിക്ഷിക്കുന്നില്ല. കാരണം അവർക്കായിട്ടൊരു ന്യായവിധി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല. അവരെ ശാസിക്കണം. അവർ തൻ്റെ ആടുകളാണ്. അവരെ നേർവഴിക്ക് നയിക്കണം. അതവരുടെ നന്മയ്ക്കാണ്. അവർ അതനുസരിച്ച് ഈ ശിക്ഷ മൂലം അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. അതുകൊണ്ടാണ് അവരെ ബാലശിക്ഷയിലൂടെ നയിക്കുന്നത്. ബാലശിക്ഷ ഉള്ളവർക്ക് നരകശിക്ഷയില്ല, നരകശിക്ഷ ഉള്ളവർക്ക് ബാലശിക്ഷയുമില്ല. അതാണ് ഇവിടെ യൂദയുടെ കാര്യത്തിൽ കർത്താവ് ഒന്നും പറഞ്ഞിരുന്നില്ല. ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ദരിദ്രർക്കൊന്നും കൊടുക്കണ്ട, കള്ളുകുടിയന്മാരും കൊള്ളരാത്തവരുമായ രക്ഷിക്കപ്പെടാത്ത ദരിദ്രർക്ക് ഇത് കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊന്നും യേശു പറഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന ആളുകൾക്കൊക്കെ യേശു സൗഖ്യം നൽകി. അതൊന്നും തൻ്റെ സഭയിൽ ചേരാനായിരുന്നില്ല. കർത്താവ് അവരോട് മനസ്സലിവ് തോന്നി അവരെ സൗഖ്യമാക്കുകയാണ് ഉണ്ടായത്. അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ സാധിക്കുന്നിടത്തോളം അങ്ങനെയാണ് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്ന നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിയുന്ന നന്മകൾ അത് നമ്മൾ അവർ വിശ്വാസികളാണോ, അവർ നല്ല മനുഷ്യരാണോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഭൗതികമായ നന്മകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ്. അതാണ് യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ യേശു പറഞ്ഞത് ദരിദ്രർക്ക് കൊടുക്കേണ്ടെന്നല്ല, കൊടുക്കണം. ദരിദ്രർ എപ്പോഴും നിങ്ങൾക്ക് അടുത്തുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സുള്ളപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുക്കലില്ലല്ലോ. തുടർന്ന് യേശു പറയുകയാണ്, എൻ്റെ ശവസംസ്കാരത്തിനായി അവൾ മുൻപ് കൂട്ടി തൈലം തേച്ചതായി ഞാൻ കണക്കാക്കുകയാണ്. കർത്താവായ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ്, എനിക്ക് മരണവും ഉണ്ടാകും, അടക്കവും ഉണ്ടാകും. സാധാരണ ഒരു യഹൂദൻ മരിച്ചാൽ ആളുകൾ ആ കല്ലറയ്ക്കൽ കൊണ്ടുപോയി തൈലം പൂശാറ് പതിവുണ്ട്. യേശു അതാണ് പറഞ്ഞത്, എൻ്റെ ശവസംസ്കാരത്തിനായി തൈലം പൂശിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ സ്ത്രീ ചെയ്തത് മനുഷ്യർ ഓർക്കാനും പറയാനും ഇടയായിത്തീരും. യേശുവിനെ ഈ സ്ത്രീ അംഗീകരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, വിലയേറിയ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. തലയിലാണ് ആ തൈലം ഒഴിച്ചത് എന്നാണ് വായിക്കുന്നത്. അവിടെ സുഗന്ധപൂരിതമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. മാതാപിതാക്കളായാലും ജീവിച്ചിരിക്കുമ്പോൾ അവരെ സഹായിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അവർക്ക് തൈലം പൂശാൻ നമുക്ക് സാധിക്കണം. അങ്ങനൊരു പാഠം പഠിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു ഇത്ര വിലയേറിയ തൈലം പൂശപ്പെടുവാൻ യോഗ്യനാണ്. അവിടുന്ന് ദൈവത്തിന് മനുഷ്യാവതാരമാണ് എന്നാണ് ഈ സ്ത്രീ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവൾ തൻ്റെ ഭാവി മണവാളനേക്കാൾ യേശുവിനെ വലുതായിട്ട് കണ്ടതും യേശുവിന് ആരാധനാ സൂചകമായിട്ട് ഈ സ്വച്ഛജടാമാംസി തൈലം യേശുവിന് അർപ്പിച്ചതും. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിനെ ദൈവമായി ബഹുമാനിക്കാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.